ജി സുധാകരനുമായി വ്യക്തിബന്ധമുണ്ടെന്നും ബഹുമാനവും ആദരവുമുള്ള നേതാവാണ് അദ്ദേഹമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മന്ത്രിയായിരുന്ന കാലത്തും ആദരവോടെ അല്ലാതെ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം വിമർശിക്കാറുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തോട് ആദരവാണ്. അദ്ദേഹം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് വ്യക്തിപരമായ തീരുമാനമാണ്. പുതുയുഗ യാത്രയിലുടനീളം CPM-ൽ നിന്നും ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിലും UDF-ലെ മറ്റ് ഘടകകക്ഷികളും ചേരുകയാണ്. ഒരു CPM-കാരനെങ്കിലും അംഗത്വം നൽകാതെ ഒരു നിയോജക മണ്ഡലവും പിന്നിട്ടിട്ടില്ല. ശക്തി കേന്ദ്രങ്ങളിൽ പോലും CPM-ഉം LDF-ഉം ശിഥിലീകരിക്കപ്പെടുകയാണ്. തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയുടെ പേര് വന്നപ്പോൾ CPM-ൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇപ്പുറത്ത് ഒറ്റ പാർട്ടിയായി ടീം UDF നിൽക്കുമ്പോഴാണ് LDF ശിഥിലമാകുന്നത്. പാലക്കാട് ജില്ലയിൽ വിമതർ കൺവെൻഷൻ നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും LDF-ഉം CPM-ഉം ശിഥിലമാവുകയാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു. PK ശശി തെറ്റ് ചെയ്തിട്ടില്ലെന്ന CPR റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയിൽ തുടരുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിയതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം വൈകിപ്പിച്ചത്. ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഒരു UDF ഘടകകക്ഷികളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിലും കോൺഗ്രസ് ഇടപെടില്ല. ഓരോ ഘടകകക്ഷികൾക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റുകളിലും ആ പാർട്ടികളാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്, അല്ലാതെ കോൺഗ്രസ് അല്ല. ഏതെങ്കിലും കോൺഗ്രസുകാർ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ നേതൃത്വം കർശന നടപടി സ്വീകരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള സംവിധാനം UDF-നുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു.